വെൽക്കം ടു ഐവാസ് ഏപ്രിൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൊരിച്ച പത്തിരിയാണ്. ചില സ്ഥലത്ത് ഇതിനെ വെളിച്ചെണ്ണ പത്തിരി എന്നും പറയും. പക്ഷെ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള പൊരിച്ച പത്തിരിയാണ്. ഇതിന് മെയിൻ ആയിട്ടൊരു ഇൻഗ്രീഡിയൻസ് കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ചെമ്മീനാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ പൊരിച്ച പത്തിരിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ചെമ്മീനാണ്. നമ്മളൊരു മീഡിയം സൈസ് ചെമ്മീനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതൊരു 20 ചെമ്മീനോളം എടുത്തിട്ടുണ്ടാവും. ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. ഒരു 1/2 കപ്പ് അരിപ്പൊടിയാണ് നമ്മൾ ഇതിലോട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു പിടി തേങ്ങയും കൂടി വേണം. ഇനി ഇതിലോട്ട് വേണ്ടത് 2 പച്ചമുളകും, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 4 ചെറിയ ഉള്ളിയാണ് നമുക്ക് ഇതിലോട്ട് വേണ്ടത്. ഇനി നമുക്ക് ഇതിനൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങയും ചെമ്മീനും പെരിഞ്ജീരകവും ചെറിയ ഉള്ളിയും പച്ചമുളകും ഒന്നിട്ട് ഒതുക്കിയെടുക്കണം. നന്നായി അരയേണ്ട ആവശ്യമില്ല കേട്ടോ, നന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി. ഇപ്പം നമ്മുടെ ഒതുക്കിയ തേങ്ങയും പെരിഞ്ജീരകവും ചെറിയ ഉള്ളിയും ചെമ്മീൻ്റെ കൂടി മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഒരു പാൻ വെക്കാം. ഇതിലോട്ട് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് പൊടിക്ക് 1/4 കപ്പ് വെള്ളമാണ് നമുക്ക് വേണ്ടത്. അപ്പം സെയിം അടയുടെ പോലെ തന്നെയാണ്. അപ്പോൾ അടയുടെ വീഡിയോ ആരെയും കണ്ടില്ലെങ്കിൽ ഞാനിവിടെ കാർട്ടിൽ കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയാണ് ആഡ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടി ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് പൊടിയാണ് ഇടുന്നത്. അപ്പം നമ്മൾ എപ്പോഴും പൊടി ഇടുമ്പോൾ സിമ്മിൽ വെച്ചിട്ട് പൊടി ഇടണം. കാരണം അധികം വേവേണ്ട ആവശ്യമില്ല പൊടി. അപ്പം നമ്മൾ സിമ്മിൽ വെച്ചിട്ട് പൊടി ഇട്ട് കൊടുക്കാം. അതിലോട്ട് നമ്മുടെ ഒതുക്കി വെച്ച തേങ്ങയും ചെമ്മീനും പെരിഞ്ജീരകവും ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടിയൊക്കെ ഒതുക്കി വെച്ചതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ പൊടിയും ചെമ്മീനും തേങ്ങയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ഇറക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അത് നമ്മുടെ പത്തിരിക്ക് കുഴക്കുന്ന പോലെ ഭയങ്കര സോഫ്റ്റായിട്ട് കുഴക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് എല്ലാ മിക്സും എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടുള്ള കുഴച്ചെടുത്താൽ മതി. അപ്പം നമുക്ക് ആ സമയത്ത് ഒരു പാൻ വെച്ചിട്ട് നമുക്ക് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായി കിട്ടും. അപ്പം നമ്മൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് തന്നെ നമുക്കിതിനെ പൊരിച്ച് കോരിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കുറേ നേരം ഇങ്ങനെ ഉണ്ടാക്കി വെക്കരുത്. അപ്പോൾ നമ്മുടെ പൊരിച്ച പത്തിരി പൊള്ളാതെ ഇരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് തന്നെ പൊരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നല്ല പൊള്ളി കിട്ടും. നമുക്കപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അപ്പം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത മാവിൽ നിന്ന് ചെറിയ ചെറിയ കുഞ്ഞു ബോൾസ് ആക്കി എടുത്തിട്ട് നമുക്കൊന്ന് ഇതിനെ പ്രസ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം നമുക്കിതിനൊന്ന് ഓയിൽ തൊട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല സുഖമായിട്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ മാവ് കിട്ടും. അപ്പം അങ്ങനെ ബോൾസ് ആക്കിയിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ അതിനെ അടക്കി ചെയ്ത പോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിലോട്ട് ബോൾസ് വെച്ചിട്ട് ഒന്നൊരു പ്ലേറ്റ് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അധികം നന്നായിട്ട് നൈസാക്കരുത്, കുറച്ച് വണ്ണത്തിൽ വേണം നമ്മുടെ പൊരിച്ച പത്തിരി ഉണ്ടാവാൻ. അപ്പോഴേ നന്നായിട്ട് പൊള്ളി കിട്ടുള്ളൂ. നമുക്കിതിനെ ഓരോന്നായിട്ട് ഇങ്ങനെ പൊരിച്ച് കോരിയെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതിനെ പൊരിച്ച് കോരിയെടുക്കാം. അപ്പോൾ നമുക്കിതിനെ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ പൊരിച്ചെടുക്കാം. കണ്ടോ, ഇപ്പം നന്നായിട്ട് ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ പൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ചെമ്മീൻ പൊരിച്ച പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊരിച്ച പത്തിരിയാണ്. ഇത് നമുക്ക് വെറുതെ തന്നെ കഴിക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ ചിക്കൻ പൊരിച്ചതോ ബീഫ് പൊരിച്ചതോ ഒന്നും ആവശ്യം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ പൊരിച്ച പത്തിരി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്